നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണുള്ളത്. നമ്മളിവിടെ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ സീരീസ് വീഡിയോയിലുള്ളതാണ്. കമ്പനി സെക്രട്ടറി പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപയോഗപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. നമുക്കറിയാം, ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഹാപ്പൻസ്. 1956 കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട് വരുന്നതിന് മുമ്പ് 28 അമെൻമെന്റ്സ് 1868 ആക്ടിന് വരുത്തിയിട്ടാണ് ഈ കമ്പനീസ് ആക്ട് ഫോം ചെയ്യപ്പെടുന്നത്. 1956 കമ്പനീസ് ആക്ടിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കമ്പനീസ് ആക്ടുകളിൽ ഒന്നാണ്, ഏറ്റവും വലിയ ആക്ടുകളിൽ ഒന്നാണ് കമ്പനീസ് ആക്ട്. ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസ് ഉള്ള ഒരു ആക്ടാണ്. ഇതിൽ ധാരാളം കൂടിച്ചേർക്കലുകളും അഡീഷൻസും ഡെലീഷൻസും സപ്ലിമെന്റ്സും പ്രൊവിസോസും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് വളരെ വലിയ ഒരു ആക്ടായി മാറി. അത് ഭയങ്കര കൺഫ്യൂസിങ് ആയപ്പോൾ 2004 ഡോക്ടർ ജെ ഇറാനി എന്ന് പറയുന്ന ടാറ്റ സൺസിന്റെ ഡയറക്ടറായിരുന്ന വളരെ വലിയ ഒരു കോർപ്പറേറ്റ് ബ്രെയിനിനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ തലപ്പത്തിരുത്തി എങ്ങനെ ഇന്ത്യയിലെ കമ്പനി നിയമത്തിനെ പൊളിച്ചെഴുതാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചതിന് ഫലമാണ്. ആക്ച്വലി അത് വളരെ വലിയ ഒരു പ്രോസസ്സായിരുന്നു. അതായത് ഇത് എനിക്ക് തോന്നുന്നത് ഒരു 7-8 കൊല്ലത്തോളം പബ്ലിക് ഡൊമൈനിൽ എല്ലാവരുടെയും ഡെലിബറേഷൻസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കിടക്കുമായിരുന്നു. 2013 ഒരു വലിയൊരു കമ്പനീസ് ആക്ട്, അതായത് വളരെ മോഡേൺ ആയിട്ടുള്ള ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഇക്കണോമിക്ക് അനുസരിച്ച ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ പാടെ ബന്ധപ്പെടുന്ന ഒരു കമ്പനിയിലോ കൊണ്ടുവരേണ്ടായി. അതാണ് 2013 കമ്പനീസ് ആക്ട്. പക്ഷെ നമുക്കറിയാം, ഒന്നും പെർഫെക്റ്റ് അല്ല ലോകത്തിൽ. എവറിത്തിങ് ഈസ് ഇംപെർഫെക്റ്റ്, ഇൻക്ലൂഡിങ് മീ ആൻഡ് യു. വി ആർ ഇംപെർഫെക്റ്റ്, അല്ലേ? അപ്പോൾ 2013 കമ്പനീസ് ആക്ടിലും ഇതുവരെ നോക്കുകയാണെങ്കിൽ 5ഓളം അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ അവസാനം വന്ന അമെൻമെന്റ് ആണ് 2020 അമെൻമെന്റ്. 2020 ഈ അമെൻമെന്റ് വളരെയധികം ഒരു എന്താ പറയുക, ഇൻഡസ്ട്രി മുഴുവനും അങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അമെൻമെന്റ് ആണ്. അതായത് വളരെയധികം ബിസിനസ് പ്രൊമോഷനും എന്റർപ്രണർഷിപ്പിനും ഒരു എന്റർപ്രണറിയൽ ഗ്രോത്തിനും ഒക്കെ ധാരാളം സഹായിക്കുന്ന ഒരു അമെൻമെന്റ് ആകും എന്ന് വിശ്വാസമുണ്ട് 2020 ഈ അമെൻമെന്റ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2020 ഈ അമെൻമെന്റിൽ എന്തൊക്കെ ടേക്ക് അവേസ് ആണ് ഒരു ഈ ലോ എന്ന രീതിയിൽ നമുക്കുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ബി റെഡി ഫോർ ടേക്കിംഗ് ഇറ്റ്. ഓക്കെ, ഇതിൻ്റെ ക്ലിയർ ആയിട്ട് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. www.arthacs.in എന്ന വെബ്സൈറ്റിൽ ഇത് ആൾറെഡി ഉണ്ട്. സോ ഇതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. ഞാനിവിടെ അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, 2013 ഈ അമെൻമെന്റ് ആക്ട് ഇത് ആക്ച്വലി ഉണ്ടാകുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ ജെ ഇറാനി കമ്മിറ്റികൾ കഴിഞ്ഞതിന് ശേഷം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് ശ്രീ ഇഞ്ചറ്റി ശ്രീനിവാസ കമ്മിറ്റി. സെപ്റ്റംബർ 2019 ഈ കമ്മിറ്റിയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. ഈ രൂപീകരണം ഉണ്ടായി. ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ഒരു പ്രശ്നം, നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം ചുവപ്പ് നാടകളായിരുന്നു. ഇന്ന് ചുവപ്പ് നാടകളില്ലാതെ ക്രിമിനലൈസേഷൻ, അതായത് എന്ത് പറഞ്ഞാലും ഉള്ളു പോകുന്ന അവസ്ഥ. അപ്പം ഞങ്ങളൊക്കെ കമ്പനി സെക്രട്ടറി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകുന്ന കമ്പനി സെക്രട്ടറി ഉള്ളെന്ന് പറയും. ഇതൊരു ഭീതിയാണ്. ഒരു ഡയറക്ടർ ആവുമ്പോൾ ഡയറക്ടർക്ക് ഒരു ഭീതിയുണ്ട്. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താണ്, അതിന് ശരിക്കും എന്റർപ്രണറിയൽ ഗ്രോത്ത് ഉണ്ടാകാൻ, ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇഞ്ചറ്റി ശ്രീനിവാസ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടിന്റെ കീഴിൽ 2019 ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഗീവ് സജഷൻസ് ഓൺ ഡീക്രിമിനലൈസിങ് ഒഫൻസസ് ആൻഡ് ഇൻക്രീസിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂട്ടുക, അതായത് നന്നായിട്ട് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ ഡീക്രിമിനലൈസേഷൻ ഓഫ് ഒഫൻസസ് കൊണ്ടുവരിക എന്നതാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതിനു വേണ്ടി അദ്ദേഹം തന്ന റിപ്പോർട്ട്
2020 മാർച്ച് 17 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെക്കുകയും അതിന് ധാരാളം ഡെലിബറേഷൻസ്, അതായത് പല കമ്മിറ്റികളൊക്കെ കൂടി ഭയങ്കര ഡെലിബറേറ്റ് ചെയ്തിട്ട് 2020 സെപ്റ്റംബർ 19, അതായത് മാർച്ച് 17 സെപ്റ്റംബർ 19 അത് ലോകസഭ പാസാക്കി. ആൻഡ് 22 സെപ്റ്റംബറിന് അത് രാജ്യസഭ പാസാക്കി. അമെൻമെന്റ് ആക്ട് നിലവിൽ വന്നു. ഇതാണ് അമെൻമെന്റ് ആക്ട്. ഇതിൽ എന്തൊക്കെയാണ് മെയിൻ പർപ്പസ്? ഞാൻ പറഞ്ഞു, ഡീക്രിമിനലൈസേഷൻ ഓഫ് ബിസിനസ് ഒഫൻസസ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതാണ് പർപ്പസ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്ന ഡെഫിനേഷൻ ഒന്ന് മാറ്റിപ്പിടിച്ചു. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. എക്സ്ക്ലൂഷൻ ഓഫ് സച്ച് ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് companies with the intention of getting listed such class of securities from the category of listed companies. അതായത് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾക്ക് അത് അവരെ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് കണക്കാക്കേണ്ട, ആ ലിസ്റ്റഡ് കമ്പനിയുടെ പ്രോസസ്സിൽ നിന്ന് ഒഴിവാക്കാൻ. Then decriminalizing certain defaults which are considered as offenses but lack of any element of fraud or do not involve larger public interest എന്ന് പറയുന്നത്. അതായത് വലിയ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് പ്രശ്നമല്ലാത്തതും ഫ്രോഡിന്റെ എലമെന്റ് വളരെ കുറഞ്ഞതുമായിട്ടുള്ള പല ഒഫൻസുകളുണ്ട്. ആ ഒഫൻസുകളെ ഡീക്രിമിനലായി ഒരു ക്രിമിനൽ ഒഫൻസ് ആക്കാതിരിക്കുക. ചെറിയ ഫൈനോ ഉണ്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്തിട്ടോ അതിനെ ഒഴിവാക്കുക. അപ്പൊ ആൾക്കാർക്ക് ഭീതി ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇതൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഗ്ലോബൽ ഗ്രോത്ത് ഉണ്ടാവുക, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ദെൻ അമെൻമെന്റ് ടു സെക്ഷൻ 62 ഓഫ് ദ ആക്ട്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 62 അമെൻമെന്റ് കൊണ്ടുവന്നു. ഇത് ഈ സെക്ഷൻ 62 സംസാരിക്കുന്ന റൈറ്റ് ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. ഈ റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം ലൈൻ കുറച്ചു. സോ എൻറ്റയർ റൈറ്റ് ഇഷ്യൂവിന്റെ പ്രോസസ് ടൈം കുറയ്ക്കാം. കാരണം കമ്പനിക്ക് ഇൻഫ്ലോ ഫണ്ട്സ് വളരെ പെട്ടെന്ന് വേണം. അപ്പോൾ ആ റൈറ്റ് ഇഷ്യൂവിന്റെ ടൈം സ്പാൻ കുറച്ചു. ദെൻ inserting a provision for exempting any class of persons from complying with the requirements of section 80 relating to declaration of beneficial interest in shares. സെക്ഷൻ 80 പറയുന്നുണ്ട് ഏതൊക്കെ ക്ലാസ് ഓഫ് പേഴ്സൺസ് ആണ് ഈ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് അവരുടെ കമ്പനിയുടെ ഷെയറിൽ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ സർട്ടൻ ക്ലാസ് ഓഫ് പീപ്പിളിനെ എക്സംപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ കൂടുതൽ ഹോൾഡ് ചെയ്യും. അതായത് നമ്മുടെ ഹോൾഡിംഗ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ പണം ഇൻവെസ്റ്റ് ചെയ്യും. കാരണം പല ആൾക്കാരും സീക്രട്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് സീക്രട്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് അവർ ആരോടും പറയാൻ കൂട്ടാക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെയാണ്. ദെൻ there was a long standing demand for a provision. ഏതായിരുന്നത്? ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കും കമ്പനി ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരവസരത്തിൽ അവരുടെ റെമ്യൂണറേഷൻ എന്താകണം, ഒരേപോലെ ആക്കണം എന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇത് വളരെ വലിയൊരു ഡിമാൻഡായിരുന്നു. കാരണം നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൾസോ ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കരുത്. അപ്പൊ ആ ഒരു ഇത് ഈ അമെൻമെന്റിൽ അംഗീകരിച്ചു. ദെൻ ലിസ്റ്റഡ് കമ്പനീസിന് ധാരാളം, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ധാരാളം പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ്, കംപ്ലയൻസ് റിക്വയർമെന്റ്സ് ഉണ്ട്. ഈ അമെൻമെന്റ് ആക്ട് എംപവർ ദ സെൻട്രൽ ഗവൺമെന്റ് ടു എക്സ്ക്ലൂഡ്. ഈ അമെൻമെന്റ് പ്രകാരം 2020 അമെൻമെന്റ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് സെബിയുമായി ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ കമ്പനികളെയാണോ ലിസ്റ്റഡ് കമ്പനി ഡെഫിനേഷൻ ഒഴിവാക്കേണ്ടതെന്ന് തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ ഡെറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്കായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക. സോ മോർ പീപ്പിൾ വിൽ കം ടു ദ മാർക്കറ്റ് വിൽ ഡെവലപ്പ്, ദ ഇൻഡസ്ട്രി വിൽ ഡെവലപ്പ്. അതല്ലേ വേണ്ടത്. ദെൻ സെക്ഷൻ 117 കുറിച്ചിട്ടാണ്. സെക്ഷൻ 117 പറയുന്നത് അവർ എക്സംഷൻ കൊടുക്കുന്നത് certain class of non-banking finance companies and housing finance companies are exempted from filing certain resolutions. And പ്രൊഡ്യൂസർ കമ്പനി, അടുത്തൊരു പോയിന്റ് 2020 കമ്പനീസ്, പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഡെഡിക്കേറ്റഡ് സെക്ഷൻ 2013 കമ്പനീസ് ആക്ടിൽ ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി അത് സ്റ്റിൽ ഇറ്റ് വാസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956.
അല്ലേ? അപ്പൊ അതിന് വേണ്ടി ഒരു പുതിയൊരു പ്രൊവിഷൻ ഇതിൽ ഇൻസേർട്ട് ചെയ്തു. ചാപ്റ്റർ 21A എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇവിടെ കൊണ്ടുവന്നു. ആ 21A ഇന്ന് പ്രൊഡ്യൂസർ കമ്പനിയാണ്. ദെൻ ടു പ്രൊവൈഡ് ഫോർ അഡീഷണൽ higher additional fees for default on 2 or more occasions in submitting, filing, registering or recording any document, fact, information as per section 43. അതായത് സെക്ഷൻ 403 പ്രകാരം ഹയർ ഫീസ് ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷനെ എന്ത് ചെയ്യുന്നു? റിലാക്സ് ചെയ്യുന്നു. സെക്ഷൻ 403 റിലാക്സ് ചെയ്യുന്നു. ദെൻ to provide exemption, the provision for provide exempting provision for corporate CSR committee requirements for companies with spending obligation up to 50 lakhs. 50 ലക്ഷം രൂപ വരെ സ്പെൻഡിങ് ഒബ്ലിഗേഷൻ. എന്താണ് സ്പെൻഡിങ് ഒബ്ലിഗേഷൻ? ആർക്കൊക്കെയാണ് CSR കമ്പൽസറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ CSR കമ്പൽസറി ആയ കമ്പനികൾക്ക്, അതിൽ 50 ലക്ഷം വരെ സ്പെൻഡിങ് ഒബ്ലിഗേഷൻ ഉള്ള കമ്പനികൾക്ക് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഈ CSR കമ്മിറ്റി ഉണ്ടാക്കേണ്ടുന്ന ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അത് വേണ്ട, എക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ CSR വേറെ ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ വളരെ നല്ലൊരു മാറ്റമാണ്. അതെനിക്കൊന്ന് വളരെ വലിയൊരു മാറ്റം ആൾക്കാരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ CSR ഈസ് എ ബിഗ് കോൺട്രിബ്യൂട്ടർ ഫോർ ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി, അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സെക്ഷൻ 135 ഉണ്ടായിട്ടുള്ള അമെന്റ്മെന്റ് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കും. സെക്ഷൻ 135 എന്താ പറയുക? ടു അലൗ എലിജിബിൾ കമ്പനീസ് അണ്ടർ സെക്ഷൻ 135 to set off any excess money spent on CSR product from obligations in subsequent years. That means അടുത്ത വർഷങ്ങളിൽ, ഈ വർഷം ഞാനൊരു പ്രൊജക്ട് ചെയ്യുന്നു, നമ്മുടെ കമ്പനി ഒരു പ്രൊജക്ട് ചെയ്യുന്നു. ആ പ്രൊജക്ട് പ്രകാരം നമ്മൾ ഈ വർഷം ചെലവാക്കേണ്ടുന്ന പൈസയെക്കാട്ടിലും കുറച്ച് കൂടുതൽ ചെലവാക്കുന്നു. ഇതുവരെയുള്ള പ്രൊവിഷൻ, അതിന് യാതൊരു പ്രൊവിഷനിലും അങ്ങനെ ചെലവാക്കിയ പണം പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എങ്ങനെ പറയുന്നത്? അങ്ങനെ അഡീഷണൽ ചെലവാക്കി കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലെ CSR ഒബ്ലിഗേഷനിനോട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ഒരു പ്രൊജക്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ പെട്ടെന്നായിട്ട് കമ്പനി വേണമെങ്കിൽ കമ്പനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. So that will definitely contribute to the social development. That's a good move actually. Then, to provide for a window within which penalties shall not be levied for delay in filing annual returns and financial statements in certain cases. അതായത് ചില സിറ്റുവേഷൻസിൽ ഈ ആനുവൽ റിട്ടേണും അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റായിട്ട് ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു പെർട്ടിക്കുലർ ടൈം ഗ്യാപ്പിനുള്ള അത് ചെയ്യുവാണെങ്കിൽ അവർക്ക് പെനാൽറ്റി ഇല്ലാതെ ഫയൽ ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ, അതൊരു നല്ല പ്രൊവിഷനാണ്. പലരും മിസ്റ്റേക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, പറ്റിപ്പോകുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കംപ്ലൈ ചെയ്യുകയും കൂടുതൽ ടാക്സ് ഇൻഫ്ലോ ഗവൺമെന്റ് വരികയും ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഗുഡ് മൂവ് ആക്ച്വലി. Then allowing provision for eligible Indian companies to list their securities in permissible foreign countries as per rules. That's a good move. That's a good thing actually. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം നമ്മളിപ്പം ഫണ്ട് റേസ് ചെയ്യുന്ന കമ്പനികൾക്ക് വേണമെങ്കിൽ എലിജിബിൾ ഇന്ത്യൻ കമ്പനീസിന് ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നു. ആ എലിജിബിൾ ഫോറിൻ മാർക്കറ്റിൽ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്റ്റെപ്പ് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് സാധാരണ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ. അതുപോലെ വേറെയും കുറച്ച് മാറ്റങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പറഞ്ഞതാണ് ഈ ഡീക്രിമിനലൈസേഷൻ ഓഫ് ഒഫൻസസ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എത്രമാത്രം നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് ഈ ഒഫൻസസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിനെ ഒരു 3 കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ 3 മെയിൻ ചേഞ്ചസ് ആണ് ഈ അമെന്റ്മെന്റ് ആക്ടിൽ കൊണ്ടുവന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ചില ഒഫൻസുകൾക്കുള്ള പെനാൽറ്റി അങ്ങ് റിമൂവ് ചെയ്തു. For example, it removes a penalty which apply for any change in the rights of class of shares made violation. 2013 ആക്ട് പ്രകാരം ഒരു ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമുണ്ടാകുന്ന വയലേഷന് there was a penalty. That penalty has been removed. അപ്പോൾ ചില ഒഫൻസുകൾക്ക് പെനാൽറ്റി അങ്ങ് റിമൂവ് ചെയ്തു. ആൻഡ് എവിടേക്കാണോ പെനാൽറ്റി മെൻഷൻ ചെയ്തത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എവിടെയെല്ലാമാണോ പെനാൽറ്റി ഇല്ല അല്ലെങ്കിൽ പെനാൽറ്റിയുടെ എമൗണ്ട് പറയാത്തത്, പെനാൽറ്റി ഉണ്ട് പക്ഷെ എമൗണ്ട് പറയാത്തത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ആ പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ്. which may extend to 1,000 rupees per day for continuing default.
പോയിന്റ് മനസ്സിലാക്കുക. അതൊരു പ്രൊവിഷനാണ്. അതായത് എവിടെയും പെനാൽറ്റി ഇല്ല, നിൽ പെനാൽറ്റി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെനാൽറ്റിയുടെ അർത്ഥം എന്താണ്? അയാളുടെ ആ 2003 കമ്പനീസ് ആക്ടിൽ പറയുന്നത് 10,000 രൂപ വരെ ഫൈനും ഇനി അത് കണ്ടിന്യൂയിങ് ഡിഫോൾട്ട് ആണെങ്കിൽ പെർ ഡേ 1,000 rupees പെനാൽറ്റിയും കിട്ടും. ദെൻ രണ്ടാമത്തെ ഒരു ചേഞ്ച്, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പെനാൽറ്റി ഇല്ല പറഞ്ഞപ്പോൾ ഇല്ലാന്ന് വരുന്ന കേട്ടോ. രണ്ടാമത്തെ ചേഞ്ച്, ഇറ്റ് റിമൂവ്സ് ഇംപ്രിസൺമെന്റ് ഇൻ സർട്ടൻ ഒഫൻസസ്. ചില ഒഫൻസുകളിൽ ഇംപ്രിസൺമെന്റും ഉണ്ട് പെനാൽറ്റിയും ഉണ്ട്. ആ ഇംപ്രിസൺമെന്റ് അങ്ങ് ഒഴിവാക്കുന്നു. ദെൻ മൂന്നാമത്, ദെൻ ദ റിഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ഫൈൻ പേയബിൾ ഇൻ സർട്ടൻ ഒഫൻസസ്. ചില ഒഫൻസുകളുടെ ഫൈൻ എമൗണ്ട് കുറയ്ക്കുന്നു. ഇങ്ങനെയുള്ള 3 ചേഞ്ചുകളാണ് ചെയ്തത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സ്മോൾ കമ്പനീസിനും 1% കമ്പനീസിനും അവർക്ക് എല്ലാ പെനാൽറ്റികൾക്കും 50% ആണ് പെനാൽറ്റി കൊടുക്കണമെന്നാണ് പ്രൊവിഷൻ ഉള്ളത്. എന്നാൽ ആ പ്രൊവിഷൻ 2020 അമെൻമെന്റ് ആക്ട് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദിസ് പ്രൊവിഷൻ ടു സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനീസ് ആൻഡ് ആൾസോ ടു എനി ടൈപ്പ് ഓഫ് വയലേഷൻ അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ എല്ലാ വയലേഷനും, അതുപോലെ തന്നെ ഇങ്ങനത്തെ കമ്പനികൾക്ക്, ഏതൊക്കെ കമ്പനികളാണ്? 1% കമ്പനി, സ്മോൾ കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനി ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി. അവർ മാക്സിമം പെനാൽറ്റി 2 ലക്ഷം രൂപ കമ്പനിക്കും 1 ലക്ഷം രൂപ ഡിഫോൾട്ടിംഗ് ഓഫീസർക്കുമാക്കി മാറ്റേണ്ടായി. ഇതിലും കൂടുതൽ കുറേയധികം ചേഞ്ചസ് ഉണ്ട്. ഈ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വായിക്കണം. പക്ഷേ ഇത് മേജറായിട്ട് നമ്മുടെ കമ്പനി സെക്രട്ടറി ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കേണ്ടെന്ന് നമുക്ക് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷനിൽ നമുക്ക് വരുന്ന, മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, കാരണം ഇതുപോലത്തെ വീഡിയോസ് ധാരാളം വന്നുകൊണ്ടിരിക്കും. ഈ ചാനൽ ഈ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ, അത് അവരിലേക്ക് ഈ ലിങ്ക് എത്തിക്കാൻ ശ്രമിക്കണം. അടുത്തൊരു വീഡിയോ വരേക്കും താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.